അമേരിക്കയുടെ കടുത്ത ഭീഷണി വകവെക്കാതെ ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. എന്നാൽ മിസൈൽ പരീക്ഷണം പരാജയപ്പെടുമെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും അറിയിച്ചു. ഇന്ന് പുലർച്ചെ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തെ സിൻപോയിലാണ് മിസൈൽ പരീക്ഷിക്കാൻ ശ്രമിച്ചത് എന്ന് ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഏതുതരം മിസൈലാണ് പരീക്ഷിച്ചത് എന്ന് വ്യക്തമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അത് ഭൂഖണ്ഡാന്തര മിസൈൽ അല്ല എന്നാണ് യുഎസിന്റെയും ദക്ഷിണ കൊറിയയുടെയും വിലയിരുത്തൽ. ആണവ പരീക്ഷണങ്ങളെ എതിർക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇന്നലെ തലസ്ഥാനമായ പ്യോങ്യോങ്ങിൽ ഉത്തര കൊറിയ സൈനിക പരേഡ് നടത്തിയിരുന്നു. മിസൈലുകൾ ഉൾപ്പെടെ വൻ ആയുധശേഖരം പ്രദർശിപ്പിച്ചായിരുന്നു പരേഡ്. സൈനിക പരേഡ് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മിസൈൽ പരീക്ഷണം എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ ദക്ഷിണ കൊറിയ 6ാമത്തെ അണുപരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ് എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ പരീക്ഷണങ്ങളെ അമേരിക്ക ശക്തമായി എതിർത്തിരുന്നു. പരീക്ഷണങ്ങളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഉത്തര കൊറിയ. പ്രകോപനം തുടർന്നാൽ യുദ്ധത്തിന് മടിക്കില്ലെന്നും ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിറിയയിൽ ബസിന് നേരെ ഉണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 100 പേർ കൊല്ലപ്പെട്ടു. വിമതരുടെ നിയന്ത്രണത്തിലുള്ള പട്ടണങ്ങളിൽ നിന്ന് ആളുകളുമായി സർക്കാർ നിയന്ത്രിത മേഖലയിലേക്ക് പോകുന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഭീകരരാണ് സ്ഫോടനം നടത്തിയത് എന്ന് സിറിയൻ TV അറിയിച്ചു. അലപ്പോയുടെ സർക്കാർ നിയന്ത്രിത പ്രദേശങ്ങളിലേക്ക് പോകാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഫുവ, കഫ്രയ പട്ടണങ്ങളിൽ കാത്ത് നിൽക്കുന്നത്. വിമതരുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒഴിപ്പിക്കൽ നടക്കുന്നത്. അതേസമയം സിറിയൻ സേനയ്ക്കെതിരെ വീണ്ടും ആക്രമണം പാടില്ല എന്ന് റഷ്യ, സിറിയ, ഇറാൻ എന്നീ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഭുവനേശ്വറിൽ നടക്കുന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗം ഇന്ന് സമാപിക്കും. കേരളത്തിൽ തിരുവനന്തപുരം, കാസർഗോഡ്, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ ജയസാധ്യത ഉണ്ട് എന്നാണ് BJPയുടെ വിലയിരുത്തൽ. പ്രചാരണത്തിനായി അമിത്ഷാ കേരളത്തിൽ എത്തും. BJPയുടെ വെല്ലുവിളികളെ നേരിടാൻ ദേശീയ ബദൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ MP. ഇതിനായി NCP മുൻകൈ എടുക്കുമെന്നും ഇത് ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. വിവാദങ്ങൾ അവസാനിച്ചാൽ AK ശശീന്ദ്രനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് ഈ വിഷയത്തിൽ തോമസ് ചാണ്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു പവാറിന്റെ മറുപടി. യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുവനന്തപുരം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഉയിർപ്പ് ശുശ്രൂഷയ്ക്ക് ക്ലിമീസ് കത്തോലിക്ക ബാവ നേതൃത്വം നൽകി. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് ഓരോ വിശ്വാസിയും ഈസ്റ്റർ ആഘോഷിച്ചത്. ഉയർപ്പ് തിരുനാൾ ആചരിക്കുമ്പോൾ പാപത്തെ കീഴടക്കി പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസമാണ് ക്രൈസ്തവർക്കുള്ളത്. ലോകത്തിന്റെ പാപങ്ങളെല്ലാം സ്വന്തം ചുമരിലേറി കുരിശിലേറി യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിയതിന്റെ ഓർമ്മ ക്രൈസ്തവർ പുതുക്കിയത് പ്രത്യേക പ്രാർത്ഥനകളോടെയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ഉയർപ്പ് ശുശ്രൂഷയും ഉണ്ടായിരുന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് ശുശ്രൂഷയ്ക്ക് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. വിശ്വാസികളുടെ വലിയ തിരക്കാണ് പള്ളികളിൽ അനുഭവപ്പെട്ടത്. പാളയം പള്ളിയിൽ നടന്ന ചടങ്ങില് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ M. സൂസപാക്യം നേതൃത്വം നൽകി. പ്രചോദനത്താലല്ലാതെ ഒരു വിശ്വാസിയുടെയും ഒരു തരത്തിലുമുള്ള സുഹൃത്ത് വളർച്ചയും കൈവരുന്നില്ലല്ലോ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി. തിരുവനന്തപുരത്തെ എല്ലാ പ്രധാന ദേവാലയങ്ങളിലും ഉയർപ്പ് ശുശ്രൂഷ ചടങ്ങുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യഷോപ്പ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നാൽ പാപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക എന്നാണ് അർത്ഥമെന്ന് മാർ ജോർജ് ആലഞ്ചേരി. ഈസ്റ്റർ സന്ദേശത്തിലാണ് ആലഞ്ചേരിയുടെ വിമർശനം. സർക്കാരുകളുടെ നിയമങ്ങൾ പോലും നിലനിൽക്കുന്നു പല രാജ്യങ്ങളിലുമെന്ന് നമുക്കറിയാമല്ലോ. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അംഗവൈകല്യമുണ്ട്, ആ കുഞ്ഞിന് ബുദ്ധിവികാസമില്ല, അതുകൊണ്ട് അതിനെ ഗർഭസ്ഥ സ്ഥിതിയിൽ തന്നെ വധിച്ചു കളയാമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളും. ജെറുസലേമിലും ഉയിർപ്പിന്റെ ആഘോഷം നടക്കുകയാണ്. ജെറുസലേമിൽ നിന്ന് ഈസ്റ്റർ വിവരങ്ങളുമായി സ്ലീബ
കാട്ടുമങ്ങാട് ചേരുന്നു. ഫാദർ, എങ്ങനെയാണ് ഇവിടങ്ങളിൽ ആഘോഷം? വളരെ അനുഗ്രഹകരമായി വിവിധ രാജ്യങ്ങളിൽ വന്ന അനേക ആയിരങ്ങൾ പങ്കെടുത്ത ഒരു ഉയർപ്പ് പെരുന്നാളായിരുന്നു ആഘോഷമായിട്ട്. വളരെ അപൂർവമായി വരുന്ന കത്തോലിക്ക സഭയുടെയും ഓർത്തഡോക്സ് സഭകളുടെയും ഒരുമിച്ചുള്ള ആഘോഷമായിരുന്നു ഈ പ്രാവശ്യം നടന്നത്. കത്തോലിക്ക സഭയുടെ ജെറുസലേം പാത്രികീസ് പിയർ പകിസ്ത ആണ് പ്രധാന കാർമ്മികത്വം വഹിച്ച് ഉയർപ്പ് പെരുന്നാളിന്റെ ആഘോഷത്തിന് നേതൃത്വം കൊടുത്ത് വിവിധ ഓർത്തഡോക്സ് സഭകളുടെ മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും വന്നിരുന്ന ചെറിയ തീർത്ഥാടക സംഘത്തിന് ആത്മീയമായ നേതൃത്വം കൊടുത്തുകൊണ്ട് കുര്യാക്കോസ് മാർ ഔസേബിയസ് തിരുമനസാണ് പ്രധാന ആത്മീയ നേതൃത്വം കൊടുത്ത് ഈസ്റ്റർ ആശംസകൾ നേർന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു വിവിധ രാജ്യങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നവരുടെ ഈ ആഘോഷങ്ങൾ. ഫാദർ സ്ലീബ കാട്ടുമങ്ങാട്ട്, ജെറുസലേമിൽ നിന്ന്. ഫാദർ, ഒരു കാര്യം കൂടി, യേശുവിന്റെ പുതുക്കിയ കല്ലറ തുറന്നു കൊടുത്തതിന് ശേഷം ആദ്യത്തെ ഈസ്റ്റർ കൂടിയാണല്ലോ ഇത്. ഈ വിശ്വാസികൾക്കപ്പുറം സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് കൂടി ഇത്തവണ ഉണ്ടാകുന്നുണ്ടോ? സഞ്ചാരികളുടെ ഒഴുക്ക് ഈ പ്രാവശ്യം വളരെ കൂടുതലായിട്ടാണ് കാണപ്പെട്ടത്. അപൂർവമായിട്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. എല്ലാ വർഷങ്ങളും ഉള്ളതുപോലെയല്ല. ഈ കല്ലറ തുറന്ന ശേഷമുള്ള ആദ്യത്തെ ഉയർപ്പ് പെരുന്നാളാണ് അവിടെ ആഘോഷിക്കപ്പെട്ടത്. ഫാദർ സ്ലീബ കാട്ടുമങ്ങാട് യെരുശലേമിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ യമനിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി 50 അംഗ സംഘം ഇന്ത്യയിലെത്തി. ദില്ലി റോക്ക്ലാൻഡ് ആശുപത്രിയിലാണ് യമനി സംഘം ചികിത്സ തേടിയെത്തിയത്. ആദ്യമായാണ് ഇത്രയധികം വിദേശികൾ അടങ്ങുന്ന സംഘത്തിന് ഇന്ത്യയിൽ ചികിത്സ ഒരുക്കുന്നത്. ഹൂതി വിമതരും ഹാദി ഭരണകൂടത്തിന്റെ പട്ടാളവും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനാൽ ചികിത്സാ സൗകര്യങ്ങൾ വളരെ പരിമിതമായ യമനിൽ നിന്നാണ് പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള വിദഗ്ധ ചികിത്സയ്ക്കായി 50ഓളം രോഗികൾ ദില്ലിയിലെത്തിയത്. അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന ഹെർക്കുലീസ് C-17 വിമാനത്തിലാണ് യമനി സംഘം ദില്ലിയിലെത്തിയത്. UAE റെഡ് ക്രസ്റ്റിന്റെ സഹായത്തോടെയാണ് ഇവർക്ക് ദില്ലി റോക്ക്ലാൻഡ് ആശുപത്രിയിൽ ചികിത്സ നൽകുന്നത്. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്ക് ശേഷമായിരിക്കും യമനി സംഘം നാട്ടിലേക്ക് തിരിക്കുക. Very badly sick from Yemen to India. For this operation, we have taken all precautions. So at no point of time, any patient has been deprived of continuity of medical care. ഇത്രയധികം വിദേശികളടങ്ങുന്ന സംഘത്തിന് ഇന്ത്യയിൽ ചികിത്സ നൽകുന്നത് ഇതാദ്യമാണ്. ഈ ഉദ്യമം വിജയകരമായാൽ അന്താരാഷ്ട്ര തലത്തിൽ ചികിത്സാ സഹകരണം തുടരാനാണ് ആശുപത്രി അധികൃതരുടെ തീരുമാനം. ഹാദി ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന സൗദി, UAE അടക്കമുള്ള അറബ് രാജ്യങ്ങളാണ് യമനിൽ നിന്നുള്ളവർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന് പിന്നിൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭുവനേശ്വറിൽ നടക്കുന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗം ഇന്ന് സമാപിക്കും. കേരളത്തിൽ തിരുവനന്തപുരം, കാസർഗോഡ്, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ ജയസാധ്യതയുണ്ട് എന്നാണ് BJPയുടെ വിലയിരുത്തൽ. പ്രചാരണത്തിനായി അമിത്ഷാ കേരളത്തിലെത്തും. മനുശങ്കർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. മനു, ഈ മോദി പ്രഭാവത്തിൽ ലഭിച്ച സീറ്റുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നൊരു പൊതുവിലയിരുത്തൽ അവർ നടത്തിയിട്ടുണ്ടല്ലോ. അതിനിടയിലും ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു. കേരളത്തിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ അവർ ഉൾപ്പെടുത്തുന്നത് ഏതൊക്കെയാണ്? അരുൺ സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള ചർച്ചകളാണ് ഈ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പുരോഗമിച്ചത്. പ്രധാനമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായതുപോലെ ഒരു മോദി പ്രഭാവം ഇത്തവണ ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ല എന്നാണ് BJP നിർവാഹക സമിതി യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാന നിർദ്ദേശം. ഈ ഒരു സാഹചര്യത്തിൽ പല സീറ്റുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും BJP വിലയിരുത്തുന്നു. പക്ഷേ ഈ നഷ്ടപ്പെടുന്ന സീറ്റുകൾ പാർട്ടി കേവലം ദുർബലമായ പ്രദേശങ്ങളിൽ നികത്തിയെടുക്കാം എന്നാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. വിവിധ പാർട്ടികളിൽ നിന്ന് പ്രമുഖ ജനപ്രാതിനിധ്യമുള്ള നേതാക്കളെയെല്ലാം BJPയിലേക്ക് കൊണ്ടുവരിക, വലിയ വാഗ്ദാനങ്ങൾ മറ്റും നൽകി നേതാക്കളെ BJPയിലേക്ക് എത്തിക്കുക എന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഉണ്ടായത്. കേരളത്തിൽ 4ഇടത്ത് വിജയം ഉറപ്പ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പ്രമേയവും BJP പാസാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാന മണ്ഡലങ്ങൾ തിരുവനന്തപുരം, അതോടൊപ്പം കാസർഗോഡ്, പാലക്കാട്, തൃശൂർ, ഈ 4 മണ്ഡലങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക പാർട്ടി നേതാക്കളെയും മറ്റും BJP പിന്തുണയിലേക്ക് എത്തിക്കുന്നതിന് എന്ത് വാഗ്ദാനങ്ങൾ വേണമെങ്കിലും മുന്നോട്ട് വയ്ക്കാനുമുള്ള നിർദ്ദേശമാണ് അമിത്ഷാ കേരളത്തിൽ നിന്നടക്കമുള്ള BJP പ്രതിനിധികൾക്ക് മുൻപാകെ വച്ചിരിക്കുന്ന നിർദ്ദേശം. ഇത്തരമുള്ള നീക്കങ്ങളാകും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. ബൂത്ത് തലം മുതൽ പാർലമെന്റ് വരെ എന്ന മുദ്രാവാക്യത്തോടു കൂടി ബൂത്ത് തലങ്ങളിൽ വലിയ പ്രചരണങ്ങൾ നടത്താനും BJP തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യ ഭാഗം എന്നോണം അമിത്ഷാ തന്നെ നേരിട്ടെത്തി കേരളത്തിൽ 3ഇടങ്ങളിൽ പ്രചരണം നടത്താനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ 11 ലോക്സഭാ സീറ്റുകൾ BJP 2019 ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് അമിത്ഷാ വിവിധ നേതാക്കൾ മുമ്പാകെ നിർദ്ദേശിച്ചത്. ഇത് സംബന്ധിച്ചുള്ള വിവിധ പാർട്ടി നേതാക്കളെയും മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെയും BJPയിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അരുൺ, മനുശങ്കർ ദില്ലിയിൽ നിന്ന്.
5 വയസ്സുകാരി നിള ക്യാൻസറിന്റെ പിടിയിലായിട്ട് 1.5 വർഷം. നിളയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് മാതാപിതാക്കളായ ഓമനക്കുട്ടനും കുമാരിയും. മകളുടെ ചികിത്സയ്ക്കായി ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്തെത്തി കഴിയുകയാണ് ഈ കുടുംബം. ജീവിക്കാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന നിളയുടെ കുടുംബം സുമനസുകളുടെ സഹായം തേടുകയാണ്. 5 വയസ്സുള്ള നിളയും നിധിയും, അതാണ് ഓമനക്കുട്ടന്റെയും കുമാരിയുടെയും ജീവിതത്തിലെ പ്രകാശം. എന്നാൽ നിളയെ ക്യാൻസർ പിടികൂടിയത് ഈ കുടുംബത്തെ ആകെ തളർത്തി. 1.5 വർഷം മുൻപാണ് നിളയ്ക്ക് ബ്ലഡ് ക്യാൻസർ കണ്ടെത്തിയത്. തുടർന്ന് ഇടുക്കി അടിമാലി സ്വദേശികളായ ഈ കുടുംബം മകളുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം RCCയിലെത്തി. കീമോയുടെ ആദ്യ കോഴ്സ് പൂർത്തിയാക്കി ഇപ്പോൾ 2ാം കോഴ്സ് ആരംഭിച്ചു. 10 വർഷം ചികിത്സയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഡോക്ടർമാർ പറയുന്നത് 2 വർഷം, പിന്നെ 10 വർഷം കൊണ്ട് മാറുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പം ഇപ്പോൾ എല്ലാ മാസവും ഞങ്ങൾക്ക് ഒരേ ഇഞ്ചക്ഷൻ ഉണ്ട്, കീമോ. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു കാര്യം നമുക്ക് മുന്നേ ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ രാഷ്ട്രീയ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് മാറുമെന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുന്നു. ഇടുക്കി അടിമാലിയിൽ ഡ്രൈവറായി ജോലി ചെയ്താണ് ഓമനക്കുട്ടൻ കുടുംബത്തെ പോറ്റിയിരുന്നത്. എന്നാൽ മകളുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെത്തിയപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇപ്പോൾ 6000 രൂപ വാടകയ്ക്ക് ഈ കുടുംബം തിരുവനന്തപുരത്താണ് കഴിയുന്നത്. നാട്ടിലുണ്ടായിരുന്ന സ്ഥലവും മകളുടെ ചികിത്സയ്ക്കായി വിറ്റു. സുമനസുകളുടെ സഹായത്തോടെയാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. സഹായിക്കാൻ താൽപര്യമുള്ളവർ 9447183511 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ SBIയുടെ ഇടുക്കി പൈനാവ് ബ്രാഞ്ചിലെ 6734160403 എന്ന അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിക്കാം. IFSC കോഡ് SBTR 000027. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ്ണു പ്രണോയ് കേസിന്റെ പേരിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ 60ാം വാർഷിക ആഘോഷം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് ചിലർ DGP ഓഫീസിന് മുന്നിൽ നടത്തിയത് എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നും സർക്കാരും CPIMഉം ജിഷ്ണുവിന്റെ കുടുംബത്തോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടാകും എന്നും എളമരം കരീം പറഞ്ഞു. നാദാപുരം വളയത്ത് സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജിഷ്ണു പ്രണോയ് കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയും CPIMനെതിരെയും തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാദാപുരം വളയത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. ജിഷ്ണു കേസിൽ സർക്കാർ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ CPIMഉം സർക്കാരും എപ്പോഴും കൂടെയുണ്ടാവും. ജിഷ്ണു കേസിന്റെ പേരിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ 60ാം വാർഷികാഘോഷം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടന്നു. പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് DGP ഓഫീസിന് മുന്നിലെ സമരം ഏപ്രിൽ 5 തന്നെ നടത്താൻ തീരുമാനിച്ചതെന്നും എളമരം കരീം പറഞ്ഞു. ഈ 60ാം വാർഷികം ആഘോഷിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ക്ഷണിച്ച് തിരുവനന്തപുരത്ത് ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രിമാർ AK ആന്റണി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും വിളിച്ചിരുന്നു. ആ ചടങ്ങ് നടന്നിരുന്നെങ്കിൽ അത് കേരളത്തിന്റെ ഭാവിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തിന് വലിയ സംഭാവന നൽകുന്ന ഒരു വലിയ സംഭവമായിട്ട് മാറുകയായിരുന്നു. ആ ദിവസം തന്നെ ഈ സർക്കാരിനെതിരായ കുപ്രചരണങ്ങൾ നടത്താനുള്ള ഒരു സംഭവത്തിന് തുടക്കമിടാൻ അവസരമുണ്ടാക്കേണ്ടിയിരുന്നോ എന്ന് എല്ലാവരും ആലോചിക്കുന്നത് നല്ലതാണ്. യാദൃശ്ചികമായി ഏപ്രിൽ 5 ആയിപ്പോയതാണോ? ഒരിക്കലുമല്ല. ഏപ്രിൽ 5 തന്നെ വേണമെന്ന് തീരുമാനിച്ച് നടത്തിയതാണ്. ജിഷ്ണു പ്രണോയ് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവത്തിന് ഉത്തരവാദികളെ കണ്ടുപിടിക്കുക എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച, ഏതെങ്കിലും തരത്തിലുള്ള അമാന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കാണിച്ചതായി ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? സമരത്തിനു മുമ്പ് പാർട്ടിയുമായി ആലോചിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും അതിന് ശ്രമിച്ചില്ല. പീപ്പിൾ TV വാർത്ത നൽകിയതിനു പിന്നാലെ SFI പ്രവർത്തകർ സമരം ഏറ്റെടുത്തതോടെയാണ് ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം മറ്റുള്ളവർ ഏറ്റെടുത്തത്. മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന മനസ്സിലാക്കുന്നു. പക്ഷേ കൂടെയുള്ളവർ അവരെ തെറ്റായ വഴിയിലൂടെ നടത്തുകയായിരുന്നു. അന്വേഷണത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കുമെന്നും എളമരം കരീം പറഞ്ഞു. പ്രതിരോധ സംഗമത്തോടനുബന്ധിച്ച് വളയത്ത് 100 കണക്കിന് പേർ പങ്കെടുത്ത പ്രകടനം നടന്നു. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, P സതീദേവി, PP ചാത്തു, KK ലതിക തുടങ്ങിയവർ പ്രതിരോധ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുന്നണികൾ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒടുവിൽ മലപ്പുറം വിധിയെഴുതി കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണലിന് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ 10 വീതം ടേബിളുകളിലായാണ് എണ്ണുക. ആദ്യം നഗരസഭകളിലെയും ഒപ്പം പഞ്ചായത്തുകളിലെയും വോട്ടുകൾ എണ്ണും. 3 മണിക്കൂറിനകം വോട്ടെണ്ണൽ പൂർത്തിയാകും. 11 മണിയോടെ അന്തിമ ഫലമറിയാം. 71.33% ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 72.21%. പോളിംഗിൽ കുറവുണ്ടെങ്കിലും ഇരുമുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വേനൽ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ കനത്ത കൃഷിനാശം. അരുവിക്കര പഞ്ചായത്തിൽ മാത്രം 6000-ലധികം വാഴകൾ നിലംപൊത്തി. മറ്റ് കാർഷിക മേഖലകളിലും വലിയ തോതിൽ കൃഷി നശിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ വേനൽ മഴയിൽ തിരുവനന്തപുരം ജില്ലയിലാകെ കനത്ത കൃഷിനാശമാണ് ഉണ്ടായത്. 2000 വാഴ കൃഷി ചെയ്ത അരുവിക്കരയിലെ സുരേന്ദ്രന്റെ 1700 വാഴയും കാറ്റിൽ നിലംപൊത്തി. 8 ലക്ഷം രൂപയോളം നഷ്ടം. പണം പലിശയ്ക്ക് വാങ്ങിയായിരുന്നു കൃഷി നടത്തിയത്. ഞങ്ങളെല്ലാം പലിശയ്ക്ക് എടുത്തു. രാവും പകലും ഉറക്കമില്ലാതെ തൊട്ടി വെച്ചടിക്കുമ്പോൾ പാമ്പ് അങ്ങോട്ടിട്ട് മാറുന്നത്. അത്രയ്ക്ക് പാമ്പ് ഉള്ള സ്ഥലമാണ് ഇവിടെ. രാത്രി ഞങ്ങൾക്ക് ഉറക്കമില്ല. കഴിഞ്ഞ ഭാഗത്തെ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള കൊല അത്രയും മുറിച്ച് കയറ്റി പോയി. മാടങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ രാത്രി കിടക്കണത്. അരുവിക്കര പഞ്ചായത്തിലെ കാച്ചാണി, കളത്തുകാൽ, മൈലം മേഖലകളിൽ 6000-ലധികം വാഴകൾ നിലംപൊത്തിയെന്ന് കൃഷിവകുപ്പിന്റെ കണക്ക്. 1.5 കോടിയിലധികം രൂപ നഷ്ടം. 2 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ വാഴ ഒടിഞ്ഞതിന് എഴുതി കൊടുത്തിട്ട് ഇന്ന് വരെ അതിൻ്റെ പേപ്പറുകളൊന്നും റെഡിയായിട്ടില്ല. കൃഷിഭവൻ ചോദിച്ചില്ല. അവർ പറയുന്ന അത് മോളിൽ നിന്നുള്ള അതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഇത്രയും നഷ്ടം വന്ന് കിടക്കേണ്ടത് ഞങ്ങൾക്ക് എന്തൊരു കിട്ടുമെന്നോ എന്തൊരു ചെയ്യുമെന്നോ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നോ ഞങ്ങൾക്ക് 1 രൂപവുമില്ല. ഏക്കറിന് 25,000 രൂപ മുതൽ 30,000 വരെ തുകയ്ക്ക് പാട്ടത്തിന് സ്ഥലമെടുത്താണ് പലരും കൃഷി ഇറക്കിയത്. കൃഷിനാശത്തിനുള്ള ആനുകൂല്യങ്ങൾ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ കർഷകർ തീർത്തും ദുരിതത്തിലാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ കേരള റീജിയൻ സംഘടിപ്പിക്കുന്ന സൗജന്യ ആർട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്യാമ്പ് മലപ്പുറത്ത് ആരംഭിച്ചു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് മലപ്പുറം മേൽമുറി MMET ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.